ക്ഷീണിക്കും. നമ്മുടെ ദൈവത്തിന് നാം ബലഹീനർ എന്നവൻ ഓർക്കും, നാം പൊടിയെന്ന് അവൻ ഓർക്കും. അതുകൊണ്ട് നമുക്ക് അനേക താഴ്ച നമ്മുടെ ഈ ജീവിതത്തിലുണ്ട്. ദോഷത്വമായത്, ബലഹീനമായത് എന്നൊക്കെ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയിട്ടുണ്ടോ? അതുപോലെ ദൈവം നമുക്ക് വ്യത്യാസത്തിൽ അകത്തെ മോചിക്കുന്നു, രോഗം സൗഖ്യമാക്കുന്നു, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കുന്നു. കണ്ടോ? എന്തെല്ലാം നമുക്ക് ഇടിവുണ്ടോ അതിന് ഇപ്പുറത്ത് യേശുക്രിസ്തു നിമിത്തം ദൈവം നമുക്ക് തിരിച്ചു തരുന്നു. കണ്ടോ? പ്രാർത്ഥനയുടെ ശക്തി. ഒരുവൻ പ്രാർത്ഥിച്ചാൽ പാടുവാൻ കഴിയത്തക്കവിധം ദൈവപ്രവൃത്തി വെളിപ്പെടും. അഥവാ നിന്റെ ദുഃഖം മാറ്റി ദൈവം നിനക്ക് സന്തോഷം തരും. ഇതൊരു ബന്ധമാണ്. നമ്മൾ സർവായുധമൊക്കെ പഠിക്കുമ്പോൾ ഒടുവിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എങ്ങനെ ആയുധമാകുന്നത്? ആയുധമാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതൊരു ബന്ധമാണ്. പട്ടാളക്കാർ യുദ്ധസ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ഇന്ന രീതിയിൽ യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ ഒന്ന് കളിക്കാനും മറ്റും കോർട്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടമനുസരിച്ച് കളിക്കുകയല്ല. അവർക്ക് കളിക്കാൻ അറിയാം, അവർ കളിക്കാൻ വന്നവരാ. പക്ഷെ ഇഷ്ടമനുസരിച്ച് കളിക്കുകയല്ല, അവർക്ക് നിർദ്ദേശം കിട്ടും. കോച്ച് നിർദ്ദേശം കൊടുക്കും, അതനുസരിച്ചാണ് അവർ കളിക്കുന്നത്. ഇടത്തെറിയാൻ പറഞ്ഞാൽ ഇടത്തെറിയും. എവിടുന്നാ ഇത് കിട്ടിയത്? അപ്പുറത്ത് മാറി ഒരു കോച്ച് നിൽപ്പുണ്ട്, അവർക്ക് നിർദ്ദേശം കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് നിർദ്ദേശം നമ്മുടെ ദൈവത്തിന്റെ ഈ വയറ് ബന്ധിപ്പിക്കുമ്പോൾ അതാണ് പ്രാർത്ഥന. സ്വർഗത്തിലേക്ക് വയറസ് പോകുക, അവിടെ ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് പ്രസംഗം ഞാൻ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുക, പ്രാർത്ഥന ഞാൻ ദൈവത്തെ കുറിച്ച് പാടുകയാണ്, പ്രാർത്ഥന ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇന്നത് ചെയ്യാ ദൈവം നമ്മോട് സംസാരിക്കുക. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർ ആടുന്നവരായി കാരാഗ്രഹത്തിൽ കൊണ്ടിരുന്നപ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി. കാരാഗ്രഹത്തിന്റെ വാതിൽ കിളക്കി, അടിസ്ഥാനം കുലുക്കി. അവർ ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ പാടി. ദൈവത്തിന്റെ ശക്തി അതാണ് അതിന്റെ വ്യത്യാസം. യാക്കോബിന്റെ 5-ാം അധ്യായം ന്യായവിധിയുടെ ശക്തി, ക്ഷമയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് നമ്മുടെ ദൈവത്തിൽ പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്ങനെ പ്രാർത്ഥിപ്പാൻ? ക്ഷമയുടെ ശക്തിയെ ജീവിതം അനുഭവമാക്കിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആകാശമടയ്ക്കുവാൻ ഒരുവന് കഴിയും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആകാശം തുറക്കുവാൻ ഒരുവന് കഴിയും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. വാക്കിന്റെ ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മഴയുണ്ടാകും. മഞ്ഞിനെ പറയുവാനുള്ള വാതിൽ, മഴയെ പറയുവാനുള്ള വാതിൽ നമ്മുടെ നാവിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി ഓർത്തു. അതെ, പ്രാർത്ഥിക്കുന്നവൻ അധികാരിയാണ്, പ്രാർത്ഥിക്കുന്നവൻ ശക്തനാണ്, പ്രാർത്ഥിക്കുന്നവൻ ഉയർന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആരാണെന്ന് മനസ്സിലാക്കി ദൈവം ആരാണെന്ന് അറിഞ്ഞ് നീ പ്രജ്ഞാനം നടത്തിയാൽ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥന എന്തെല്ലാം ദൈവം കേട്ടോ, അതെല്ലാം ദൈവത്തെ സ്തുതിച്ചാണ്. ഈ കർത്താവിനെ
ആരാധിക്കാം